നമസ്കാരം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്ത് ഇവിടെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് BJPയിൽ ചേരാനായിട്ട് വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു പരിപാടി കൂടി ഇവിടെയുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇവർക്ക് BJPയിൽ അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടായതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മാഡം നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു പേരെന്തായിരുന്നു? എൻ്റെ പേര് അന്ന രാജു. BJPയിലേക്ക് ഇപ്പോൾ വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? BJPയിലേക്ക് വരാനുണ്ടായ കാരണം ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഭരിച്ച് UDFിലാണെങ്കിൽ ഗ്രൂപ്പ് കളിയും LDFിലാണെങ്കിൽ പിണറായിയുടെ ധാർഷ്ട്യം, മകളുടെ മാസപ്പടി, അവരുടെ കാര്യങ്ങളല്ലാതെ പൊതുജനങ്ങളുടെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ട്രാൻസ്ലേഷന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. നമ്മുടെ സർജറി ഫണ്ടുകളായാലും ബാക്കിയുള്ള കാര്യങ്ങൾ സർക്കാർ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും കടം മേടിച്ചായാലും വളരെയധികം ബുദ്ധിമുട്ടി ഓരോ സർജറികൾ ചെയ്യുമ്പോൾ റീഫണ്ട് ചെയ്യുമ്പോൾ 1 വർഷം 1.5 വർഷം കാലതാമസം. നമ്മളെപ്പോലുള്ള ആളുകളും ഞങ്ങൾക്കും എല്ലാ സാധാരണ ജനങ്ങളെപ്പോലെ എല്ലാവർക്കും വോട്ടുള്ള ആളുകളാണ്. നമ്മളെ കണ്ടില്ല എന്നൊരു മട്ടിലാണ് ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരും പ്രതിപക്ഷവും എല്ലാം. അവർക്ക് അവരവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി മാത്രം. അപ്പോൾ BJPയിൽ നമ്മുടെ പ്രതീക്ഷ ഫൗണ്ടേഷൻ ചെയർമാനായ ഉത്തം കുമാർജി ആണ് നമുക്ക് ഇങ്ങോട്ടൊരു വഴി തുറന്നു തന്നത്. ഇതിന് മുന്നേ സുരേഷ് ഗോപി സാറ് ഒരു നവംബർ 1 എറണാകുളത്തൊരു പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് 12 ലക്ഷം രൂപ സർജറിക്ക് വേണ്ടി പുള്ളി ഫ്രീ ആയിട്ട് 10 പേർക്ക് സർജറി എന്ന് പറഞ്ഞിട്ട് അത് കൂടുതൽ എമൗണ്ട് ആകും, 10 ലക്ഷം രൂപയാണെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് 10 പേർക്ക് ചെയ്യാൻ വേണ്ടി 12 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. നമ്മളെപ്പോഴും ചേർത്ത് നിർത്താൻ നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി സാറും. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയും നമ്മളെ മനസ്സിലാക്കി നമ്മളെ ചേർത്ത് പിടിക്കാൻ അവർ തയ്യാറാണ് എന്ന് മനസ്സിലായതോടുകൂടി ഞാൻ കോൺഗ്രസിൻ്റെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. അതുപോലെ എൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരും വിവിധതരം പാർട്ടിയിലുണ്ടായിരുന്ന ആളുകളുമാണ് ഇപ്പം ഇന്ന് ഇങ്ങോട്ട് നമ്മൾ BJPയിൽ ചേർന്ന് ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഈ കൂടുതൽ ആളുകളെല്ലാവരും മറ്റ് പാർട്ടികളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ? കൂടുതലും പേരും UDFിൽ ഉണ്ടായിരുന്നതാണ്, LDFിൽ ഉണ്ടായിരുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നിലവിൽ നമുക്ക് ഇവിടെ കുറച്ച് നല്ലൊരു ഇടമാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അതുപോലെ പ്രത്യേകിച്ചും സുരേഷ് ഗോപി സാറിൻ്റെ ഭാഗത്തുനിന്നും ഉത്തംജിയുടെ ഭാഗത്തുനിന്നും ഇങ്ങോട്ട് വരാൻ നമുക്കൊരു വഴി തെളിച്ച് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വരും കാലങ്ങളിൽ എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി തന്നെ കേരളവും ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അഭിനന്ദാർഹമാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിലവിൽ കേരളത്തിൽ ഇങ്ങനെ പോഷക സംഘടന ഉണ്ടാക്കുക അല്ലെങ്കിൽ പോഷക സംഘടന രൂപീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിലവിൽ BJPയിൽ നിലവിലുണ്ടായിരുന്നു, 1-2 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഇത്ര പേരുള്ളത് കൊണ്ട് ഒരു പോഷക സംഘടന രൂപീകരിക്കാമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ കൂടി മനസ്സിലാക്കി നമ്മുടെ ഓരോ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും മുന്നോട്ട് ഉണ്ടാവുള്ളൂ. ഇനി എന്തായാലും തുടർന്ന് അങ്ങോട്ട് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ഈ പൊതുസമൂഹത്തിൽ നിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനെ ഒരു പ്രതിവിധി കാണാനായിട്ട് BJPക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. സാധിക്കുമെന്ന് 100% ഒരു പ്രതീക്ഷയുണ്ട്. പൊതുയിടങ്ങളിൽ നിന്നല്ല എവിടെയാണെങ്കിലും നമ്മൾ ഒരു അടിച്ചമർത്തപ്പെട്ട ആളുകളെ പോലെയാണ് പൊതുസമൂഹത്തിൽ എവിടെ പോയാലും. അപ്പോൾ അതിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ കുറേ മാറ്റങ്ങൾ വരുമെന്നും ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. മാഡം നമസ്കാരം. നമസ്കാരം. BJP പ്രവേശനം ഏത് രീതിയിലാണ് കാണുന്നത്? ഒരുപാട് സന്തോഷം. ഞാൻ BJP പ്രവർത്തനത്തിന് ആദ്യം നോക്കിയത് കണ്ടിരുന്നില്ല. പിന്നീട് ഒരാളിൽ നിന്ന് തുടങ്ങിയത് അതിഥി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നീട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ ഞാനിന്ന് BJPയുടെ ഭാഗമാവാൻ വന്നത് ഇന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേന്ദ്ര ഭരണത്തിൻ്റെ ഭരണങ്ങളും. സുരേഷ് ഗോപി നല്ല രീതിയിൽ തന്നെ വിജയിക്കും. തൃശ്ശൂർ വിജയിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. തൃശ്ശൂർ നല്ലൊരു വിജയം. തൃശ്ശൂർ മാത്രമല്ല മറ്റുള്ള മണ്ഡലങ്ങളിലും BJPക്ക് വിജയ സാധ്യത ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ പ്രാർത്ഥനയും സുരേഷ് ചേട്ടനും മറ്റുള്ള എല്ലാ BJP പ്രവർത്തകർക്കും ഉണ്ട്. ഈ BJPയുടെ ഇവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? വിജയിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ? തീർച്ചയായിട്ടും ഒരുപാട് വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ. സുരേഷ് ചേട്ടന് തീർച്ചയായിട്ടും വിജയസാധ്യതയുണ്ട്. അത് 100% നമ്മളത് മനസ്സിലാക്കുന്നു. അത് സാധ്യത കൂടുതൽ തന്നെയാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കണം. നല്ലൊരു മനുഷ്യസ്നേഹിയും നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനും എല്ലാം കൂടിയിട്ടുള്ളൊരു വ്യക്തിയാണ് സുരേഷ് ചേട്ടൻ. അപ്പോൾ ആ സുരേഷ് ചേട്ടനെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കെന്നല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കാൻ ഇനിയും വൈകാൻ പാടില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ
വൈകാൻ പാടില്ല. തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഒട്ടും വൈകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു സാധ്യത ഒരുക്കി കൊടുക്കണം. BJPക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക. അതിലൂടെ സുരേഷ് ഏട്ടനെ വിജയിപ്പിക്കുക. അതിലൂടെ മറ്റുള്ള ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സുരേഷ് ഏട്ടന് സാധിക്കട്ടെ. അതിനകത്ത് നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. മാഡം, ഈ കഴിഞ്ഞൊരു 5 വർഷത്തെ ഇവിടുത്തെ ഒരു MP ഉണ്ടായിരുന്നല്ലോ, TN പ്രതാപൻ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലൊരു സപ്പോർട്ടോ പിന്തുണയോ സഹായമോ ഉണ്ടായിരുന്നോ? ഇവരോട് ചോദിക്കണം. ഞാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ നിലവിൽ 5 വർഷം ഇവിടെ ഒരു MP ഉണ്ടായിരുന്നല്ലോ, TN പ്രതാപൻ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളെപ്പോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് മറ്റുള്ള ഒരു ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി മുന്നോട്ട് വരിക മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സുരേഷ് ഏട്ടൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ഞങ്ങളെപ്പോലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനായാലും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കുകയാണ്. ആ അത്ഭുതം ഒരു വിജയമായി മാറട്ടെ. സന്തോഷത്തോടു കൂടി വിജയമായി മാറട്ടെ. എല്ലാവരും സഹകരിക്കുക. എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. സുരേഷിനെ വിജയിപ്പിക്കുക. എല്ലാ നന്മകളും സുരേഷിന് നേടും. ഇപ്പോൾ ഈ നിലവിൽ 12 ലക്ഷം രൂപ സുരേഷ് ഗോപി ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിച്ചു എന്ന് പറഞ്ഞത്, ഇതിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇതിൽ ഈ സഹായം കിട്ടിയവരുണ്ടോ? സഹായം കിട്ടിയവരുണ്ട്. 12 ലക്ഷം രൂപ സുരേഷ് ഗോപി ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നൽകിയിരുന്നല്ലോ. അതിൽ നിങ്ങൾക്കതിൽ ആ സഹായം ലഭിച്ച ആളാണല്ലോ. എന്താണ് പറയാനുള്ളത്? സുരേഷ് ഗോപി സാറ് ഞങ്ങൾക്ക് സർജറിക്ക് ഫണ്ട് തന്നിട്ടുണ്ട്. അതിലൊരു വ്യക്തി ഞാനാണ്. ഞാനും അതിലൊരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു എറണാകുളം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ സ്ഥാനം വിരമിച്ചു. ഇപ്പോൾ ഞാൻ BJPയിലേക്ക് ചേരുവാനായിട്ട് അംഗത്വം മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ എല്ലാവിധ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി സാറിന് പൂർണ്ണ പിന്തുണയായിട്ട് ഒപ്പം ഉണ്ടാകുമെന്ന് വാക്കു തരുന്നു. മാഡം, എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പറ്റുമോ ഈ ഒരു വിഷയത്തിൽ? സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ സുരേഷ് ഗോപി സാറ് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങളെപ്പോലുള്ളവരെ എല്ലാവരും മാറ്റി നിർത്തിയ സ്ഥാനത്ത് അദ്ദേഹമാണ് ഈ 12 ലക്ഷം രൂപ മുടക്കി ഇങ്ങനെ സർജറി ചെയ്യാമെന്ന് പുള്ളിയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന്, പാർട്ടി ഫണ്ട് അങ്ങനെയുള്ള ഫണ്ടുകളൊന്നും അല്ലാണ്ട് പുള്ളിയുടെ സ്വന്തം കയ്യിലുള്ള ഫണ്ട് കൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്തു തരാമെന്ന് പുള്ളി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മുന്നോട്ട് വരേണ്ടത്. അവരാണ് നമ്മുടെ കേരളം ഭരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി സാറിന് തൃശ്ശൂർ നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ടൗണിലാണെങ്കിലും കേരളം മുഴുവൻ അത് ഉണ്ട്. ഇപ്പോൾ പലരും ജീവിക്കാനുള്ള മാർഗമില്ലാത്തതിൻ്റെ പേരിൽ പല രീതിയിലുള്ള ജോലികൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ച് പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നമ്മളെ ചേർത്ത് പിടിക്കണില്ല. ഇപ്പോൾ തന്നെ ഒരു സർജറി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ സർജറി ഫണ്ട് തിരിച്ച് റിട്ടേൺ കൊടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ രീതി. പക്ഷേ അതുപോലും പലപ്പോഴും 1 വർഷം, ചിലപ്പോൾ 1.5 വർഷം, ചിലപ്പോൾ 2 വർഷം വരെ നീണ്ടുപോകാവുന്ന താമസമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരെങ്ങനെ ജീവിക്കുമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതോ ഒന്നും അതിനെക്കുറിച്ച് ആരും ചിന്തിക്കണില്ല. എല്ലാവർക്കും മറ്റുള്ള ആൾക്കാർ പറയണത് നമ്മളെ കുറ്റം മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് നല്ലത് നമ്മളെ ആരും കണ്ടുപിടിക്കണില്ല. അതാണ് മെയിൻ വിഷയം സമൂഹത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടാക്കി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലാണ് നിലവിൽ വന്നത്. 2019 മോദി സർക്കാർ കൊണ്ടുവന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് പിടിക്കേണ്ട അതാത് സർക്കാരുകളാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും അവഗണനകൾ മാത്രം. ഞാൻ UDF ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇവർ മതത്തെ മാത്രമാണല്ലോ കാണുന്നത്. മതത്തെ മാത്രമാണ്. ഞങ്ങൾ ഏറ്റവും ന്യൂനപക്ഷമായി നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ
പറയാം. മതത്തിൻ്റെയും അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ കുറേ വോട്ട് പിടിക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിച്ചും അവിടെ അവർ ഹിന്ദുക്കളാണ്, മോദി ഭരിക്കുമ്പോൾ ഹിന്ദുക്കളെയാണ് രക്ഷപ്പെടുത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ പറ്റും. അത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അത് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ലാസ്റ്റ് ഇവർ രണ്ടുപേരും അടയും ചക്കരയാവുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഞാൻ കോൺഗ്രസിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓൾറെഡി 4 കേസ് വരെയുണ്ട് എനിക്ക്. കോൺഗ്രസിൻ്റെ പിണറായി വിജയനെ കരിങ്കുടി കാണിക്കാൻ പോയതടക്കം 3-4 കേസടക്കം വന്നു കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും പോഷക സംഘടനയുടെ പല പരിപാടികൾക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു പ്രസ്ഥാനമായി കാണുന്നത്. അതുപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പിണറായി വിജയനെ പറ്റി പരാജയം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കേരളത്തിൽ കണ്ടതിൽ ഏറ്റവും വൃത്തിയായിട്ട് മുഖ്യമന്ത്രി എന്ന് മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ ആളുകൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിന് ഞാൻ പറയാം, ഇത്രയും നാളും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറ്റി കുത്തി ഇപ്പോൾ എന്തായി, ഇപ്പോൾ ഒരു പെൻഷൻ കൊടുക്കാനോ സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും വകയില്ലാത്തൊരു അവസ്ഥയിലായി. മാസപ്പടി വിവാദം, പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ഇതല്ലാണ്ട് കേരളത്തിൽ എന്താ ഈ മകളുടെ കാര്യവും പിണറായി വിജയൻ്റെ കാര്യമല്ലാണ്ട് വേറെ എന്തെങ്കിലും ചർച്ച നടക്കണ്ടോ, എന്തെങ്കിലും പുരോഗതികൾ നടക്കണ്ടോ? കേന്ദ്ര ഫണ്ട് കിട്ടുമ്പോഴല്ലേ ഇവിടെ റോഡോ ഒരു പാലമായാലും പണിയുന്നത്. അത് പിണറായി വിജയൻ്റെ പേരിൽ പറഞ്ഞാൽ പത്രത്തിൽ 2 വാർത്തയും കൊടുക്കും, ചാനലിൽ 1 വാർത്തയും കൊടുക്കും. അല്ല ഇവിടെ എന്താണ്, സാധാരണക്കാരെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു മോശപ്പെട്ടൊരു മുഖ്യമന്ത്രി തന്നെയാണ്. ഒരു കാക്കയ്ക്ക് പോലും പറന്നു പോകാൻ പറ്റില്ല പുള്ളി വരുന്ന സമയത്ത്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആളുകളെയും പലരും നോക്കി കാണുന്നത് അവർ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ചേർത്ത് പിടിക്കേണ്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ മാതിരി അവഗണന ഉള്ളപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ജീവിക്കും? സാധാരണ ആളുകൾക്ക് റേഷൻ കാർഡ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റേഷൻ കാർഡ് AP അല്ല കിട്ടുന്നത്. എന്താ ജോലിയില്ല അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഈ പിണറായി സർക്കാർ തരുന്ന റേഷൻ കാർഡ് വരെ AP അല്ല. ഒരു 5 കിലോ അരി കൊണ്ട് ഒരു 6 കിലോ ജീവിക്കുമോ, ഒരു മാസം ജീവിക്കുമോ? അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് എന്തെങ്കിലും ജോലി വേണം, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ള ആളുകളുണ്ട്. അത് ഓരോ ബഡ്ജറ്റിലും പറയും ഇത്ര കോടി രൂപ ട്രാൻസ്ലേഷന് മാറ്റി വെച്ചിട്ടേ ഉണ്ടെന്ന് പറയച്ചിലല്ലാതെ ഒരു കാര്യം എനിക്ക് തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ 2ാമത്തെ സർജറിയുടെ പൈസ മാത്രം 1,80,000 രൂപ നിലവിൽ കിട്ടാനുണ്ട്. ഇപ്പം നിലവിൽ 7 മാസമായി നിലവിൽ സർജറി കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി വീണ്ടും ഞാൻ ഡെയിലി സാമൂഹ്യ വകുപ്പിലും എല്ലായിടത്തും വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് ബഡ്ജറ്റിൽ പറയും ട്രാൻസ്ലേഷന് വേണ്ടി ഇത്ര പൈസ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇതൊന്നും ഇവരുടെ വീടുകളിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മകൾക്ക് മാസപ്പടി കൊടുക്കാൻ വേണ്ടി അടുത്ത് മാറ്റി വെച്ചു പോകുന്നത് മാത്രമാണ് പിണറായി വിജയനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പൊതുസമൂഹം ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ട് മോദി സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും നേതൃത്വം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വരേണ്ടതെന്നുള്ള രീതിയിലേക്കുള്ളൊരു അഭിപ്രായമാണ് നിലവിലിവിടെ BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എത്തിയിരിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ സമൂഹം തന്നെ ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.